സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകളെയും അതുപോലെ തന്നെ ബിസിനസ്സുകാരെയൊക്കെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ സക്സസ്സിലേക്ക് നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ സ്ട്രാറ്റജിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല പ്രോഫിറ്റിലേക്ക് അതുപോലെ തന്നെ നല്ലൊരു സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ആക്കാൻ സഹായിക്കുന്ന ഒരു 5 സ്ട്രാറ്റജിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ പർപ്പസ്ഫുൾ ഡ്രിവണായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. സാധാരണ ഒരു ബിസിനസ് എങ്ങനെയാണ് തുടങ്ങുക, അവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കാര്യമുണ്ട്, അങ്ങനെ തട്ടിക്കൂട്ടുന്ന ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി എന്തുകൊണ്ട് ഈ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടാവണം. അത് നമ്മുടെ സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്യുന്നു എന്നുകൂടി അറിഞ്ഞാൽ അത് കുറച്ചുകൂടെ പവർഫുള്ളായി. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കതിനെ കണ്ടെത്താൻ കഴിയുക? ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു സോപ്പ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് നോക്കുക. ആ സോപ്പ് എത്രമാത്രം നന്നായി ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ആളുകളെ ശുദ്ധിയിലേക്ക് നയിക്കുവാനും അവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കൊടുക്കുവാനും എൻ്റെ സോപ്പ് കൊണ്ട് കഴിയുന്നു. ഇങ്ങനെ ഒരു പർപ്പസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ആ ബിസിനസ്സിന് നേരിടുന്ന ഏതൊരു ചലഞ്ചസിനെയും ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇന്നർ പവർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പർപ്പസിനെ കണ്ടെത്തണം. ഇപ്പോഴില്ലെങ്കിൽ അതിനെ കണ്ടെത്തണം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് വേണം ആ ബിസിനസ്സിലേക്ക് പോകുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺട്രോളിങ് എന്നതിൽ നിന്ന് എംപവറിലേക്ക് മാറുക എന്നുള്ളത്. അതായത് കൺട്രോളിങ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ റെസിസ്റ്റൻസാണ് ക്രിയേറ്റ് ചെയ്യുക. റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ട ഒരു റിസൾട്ട് ലഭിക്കില്ല. കാരണം അവിടെ എല്ലാവർക്കും സ്ട്രെസ്സാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രെസ്സ് വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. അതിൽ നിന്ന് പകരം അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഒരു ഓൺട്രപ്രനർ നിലയിലാണെങ്കിൽ നമ്മളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവരെ ശക്തരാക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് കൊടുക്കുക, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക. അപ്പോൾ അവരുടെ അസിസ്റ്റൻ്റ് പോലെ നമുക്ക് നിൽക്കാൻ കഴിയുക. അവരെ അസിസ്റ്റ് ചെയ്യുക, അവർ കാര്യങ്ങൾ ചെയ്യട്ടെ, അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹാൻഡ് ഓവർ ചെയ്യുക. എന്നിട്ട് അതിൽ വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് കൃത്യമായ കറക്ഷൻ കൊടുക്കാനും നമുക്ക് പറ്റും. അതേസമയം ഇത് നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിൽ വരുന്ന എററുകളെ കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ഫോക്കസ് എപ്പോഴും കൺട്രോളിലേക്കായിരിക്കും പോവുക. അപ്പോൾ അവിടെ എംപവറിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളുടെ ഫീലിംഗ് ഇത് എൻ്റെ സ്ഥാപനമാണ് എന്ന ഫീലിംഗാണ് വരിക. എൻ്റെ സ്ഥാപനമാണ്, ഇതിൻ്റെ വിജയം എൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വേറെയായിരിക്കും. അതോടൊപ്പം തന്നെയാണ് ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അപ്പോൾ അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ വരും, അവിടെ എല്ലാം കോപ്പറേഷൻ വരും. ഇതെല്ലാം തന്നെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹയറാർക്കി ടു നെറ്റ്വർക്ക്. നിങ്ങൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഹയറാർക്കിയുടെ ഇമ്പോർട്ടൻസ് വളരെ കുറവായിരിക്കും. അവിടെ സാറേന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ബോസ് എന്ന് വിളിക്കുന്ന സിസ്റ്റമൊന്നുമില്ല. അപ്പോൾ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും, അവർ സിഇഒനെ പോയിട്ട് പേരാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹയറാർക്കിയുടെ ഒരു ഗ്യാപ്പ് ഇല്ലാതെയാണ് നമ്മൾ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത് എങ്കിൽ എംപ്ലോയീസിന് വളരെ ഈസി ആയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ഉള്ള ഒരു ബിസിനസ്സാണെന്ന് നോക്കുക. അവിടെയുള്ള പെയിൻ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അവർക്കത് മനസ്സിലാവും. പക്ഷേ അവർക്ക് ആ പെയിൻ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരണമെങ്കിൽ ഈ ഹയറാർക്കിയുടെ ഒരു ഭാരം ഇല്ലാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും, അതിനാവശ്യമായ ടെക്നോളജിയെ കണ്ടെത്താൻ പറ്റും. അതല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെന്താണ് ചെയ്യുക? ചെറിയ ചെറിയ തെറ്റുകളെ ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുക. ഈ ഹൈഡ് ചെയ്യുന്നതായിരിക്കും വലിയ പ്രശ്നമായിട്ട്, വലിയ സാമ്പത്തിക ബാധ്യത ആയിട്ട് വരെ നമ്മുടെ ബിസിനസ്സിന് ബാധിക്കും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിനെ നമ്മളെപ്പോഴും ഒരു ഈസി ആക്കി വെച്ചു കൊടുക്കണം. അവർക്ക് നമ്മളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിനെ കുറച്ച് കൊടുക്കുക. അവിടെ നെറ്റ്വർക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എംപ്ലോയീസ് തമ്മിലുള്ള നെറ്റ്വർക്കിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യണം. അതിലേറ്റവും പ്രധാനമാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഈ കമ്മ്യൂണിക്കേഷനും മാനേജ്മെൻറ്റും ഏറ്റവും നന്നായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക.
അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനെയറുകൾ ഉണ്ടാക്കുക, സർവേകൾ നടത്തുക. ഇതെല്ലാം തന്നെ നമ്മുടെ ബിസിനസ്സിനെ നന്നായി ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 4ാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്ലാനിങ്ങും എക്സ്പെരിമെൻറ്റും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് പ്ലാനുകൾ വേണം. പ്ലാനോട് കൂടിയാണ് നമ്മൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ പ്ലാൻ മാത്രമാണ് പല ബിസിനസ്സുകളിലും നടക്കുന്നത്. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. നമുക്ക് വലിയ പ്ലാനുകൾ ഉണ്ടാവും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ആ പ്ലാന് എന്താണോ ഉള്ളത് അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മിസ്സിങ് ഉണ്ടാവും, ചില കാര്യങ്ങൾ കുറവുണ്ടാവും, ചില കാര്യങ്ങൾ നമുക്ക് ആയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യുക. ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പലപ്പോഴും ഞാൻ ഓൺടർപ്രണേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പ്ലാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും എന്നാണ് തുടങ്ങാൻ പോകുന്നത്? അതിനൊരു പ്ലാൻ ഉണ്ടാക്കണം, തുടങ്ങുന്നതിനൊരു പ്ലാൻ ഉണ്ടാക്കണം എന്നാണ് പറയുക. പക്ഷേ ആ പ്ലാന് ഒരിക്കലും നടക്കില്ല. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നിശ്ചയിക്കണം. ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക, ഈ നിമിഷമാണ് അത് തുടങ്ങേണ്ട സമയം. അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുകൂലമായ സാഹചര്യങ്ങൾ വരും. നിങ്ങൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്യാനോ ആ പ്ലാനിൻ്റെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കാനോ കഴിയില്ല. 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നതിൽ നിന്ന് വിസിബിലിറ്റിയിലേക്ക് കൊണ്ടുപോവുക, ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ ബിസിനസ്സുകൾക്ക് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടാകണം. ഈ പോളിസികളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്. സാധാരണയായിട്ട് എന്താ സംഭവിക്കുന്നത്, ഓരോ കാര്യങ്ങൾക്കും അപ്പോൾ പോളിസി നിശ്ചയിക്കുന്ന മാനേജേഴ്സാണ് പല ബിസിനസ്സിനെയും തകർത്ത് കളയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഒരു എംപ്ലോയിനോടുള്ളൊരു പോളിസി ആണെങ്കിൽ ആ എംപ്ലോയീസിനോട് നേരത്തെ പറയണം, നമ്മുടെ കമ്പനിയുടെ പോളിസി ഇന്നതാണ്, നീ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ എംപ്ലോയി ഈ പോളിസിയുമായി അലൈൻ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ട്? വിസിബിലിറ്റി ഉണ്ട്. അതല്ല എങ്കിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു ബിസിനസ്സിൻ്റെ ഈ വർഷത്തെ പ്ലാൻ നമുക്ക് കൂടുതൽ ക്ലയൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ഇയർ പ്ലാൻ നമ്മുടെ ബിസിനസ്സിനെ കുറച്ചുകൂടെ നന്നായി ഡെലിവർ ചെയ്യാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ ഈ പ്ലാനൊക്കെ തന്നെ വളരെ ക്ലാരിറ്റിയിൽ എംപ്ലോയീസിന് കൊടുക്കുക. അപ്പോൾ അവിടെയാണ് അവർക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സീക്രട്ടായി വെക്കുന്നുണ്ടാവും. കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റിയിൽ വെക്കാം. പക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ വിസിബിലിറ്റി ഉണ്ട് എങ്കിൽ ആ കമ്പനിയിൽ കറപ്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ പോളിസി എങ്ങനെയാണെന്ന് വിസിബിളാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കൃത്യമായ അപ്രൂവലോടുകൂടി, കൃത്യമായ എക്സെപ്ഷൻ അപ്രൂവലോട് കൂടിയാണ് അത് നടക്കുന്നത് എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കറപ്ഷനോ മിസ്മാനേജ്മെൻറ്റോ നടത്താനുള്ള സാധ്യത കുറയും. അപ്പോൾ പോളിസിയിൽ നല്ല വിസിബിലിറ്റി ഉണ്ടാവണം, അതുപോലത്തെ ട്രാൻസ്പെറൻസി ഉണ്ടാവണം, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ള ഒരു വിസിബിലിറ്റി കൃത്യമായിട്ട് മുകളിൽ നിന്ന് താഴെ വരെയുള്ള എംപ്ലോയീസിന് കൊടുക്കുവാനും കഴിയും. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സിനെ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും.